നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ ഇന്ന് പുലർച്ചയ്ക്ക് നടത്തുന്നേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. അദ്ദേഹം ബെയിൽ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ബെയിൽ പരിഗണനയിലുള്ളപ്പോൾ സാധാരണ നിലക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ ഇടപെടാറുള്ളൂ. കോടതി കഴിഞ്ഞ ദിവസമാണ് ബെയിൽ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അതിനുശേഷം പോലീസ് ആക്ട് ചെയ്ത് ആ സമയത്താണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റമാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അല്ല, ഇപ്പോഴെന്താണ് പരിവേഷം ഉണ്ടായിരിക്കുന്നത്? അതായത് അതൊക്കെ അതിനൊരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഷോ മാത്രമല്ല, ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റിന് ലൈക്ക് ഇടുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. അല്ല, അയാൾ ലൊക്കേഷനുകൾ പലയിടത്തു നിന്നും മാറി നടക്കുകയായിരുന്നു. പക്ഷേ അയാൾ പോകുന്ന മാറലുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന്, ഇയാളെ പിടിച്ചിരിക്കണം. രണ്ട്, ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്തൊരു രീതിയും ഫോളോ ചെയ്തത്. കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതെല്ലാം അതാരോ കേരള പോലീസിൻ്റെ തീരുമാനമായിരുന്നില്ല. അല്ല, ഞാനിവിടെ പറഞ്ഞു അതാണ്. കാരണം ഞങ്ങൾ കുറച്ച് പേരെ ഓടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ആ മാരത്തോണിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ്. പക്ഷേ മാരത്തോൺ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു മാരത്തോൺ ഉണ്ട്. ആ മാരത്തോൺ ഗുണ്ടകൾക്ക് പിന്നാലെയുള്ളതാണ്. അതിൽ ഇന്നലെ ഒരു 55ഓളം പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ ആയെങ്കിയല്ല, ഇനി ഒരായെങ്കിലും തന്നെ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് അയാൾ പറയുന്ന കല്യാണം എന്ന് പറയുന്ന ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു ഗുണ്ടൻ ഒരാളതാണ്. അയാൾ പറഞ്ഞ് ഞാൻ അയാളെ കല്യാണം ക്ഷണിച്ചിട്ടില്ല എന്നല്ല. ഇവിടെ ചില ഗുണ്ടകൾ അവരുടെ ഗ്യാങ്ങിനൊക്കെ ചേർന്നുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അതൊരു ഹീറോയിസം മാറുക. എന്നിട്ട് യങ്സ്റ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ അതിലൂടെ തന്നെ ആളുകളിൽ ഒരു വലിയ ക്ലൗഡ് സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ ഒരു ആക്ടിവിറ്റിയിൽ പെട്ടിരിക്കുന്നതാണ് ഇവർ ചെയ്തത്. അത്തരം കാര്യങ്ങൾ സമൂഹ സുരക്ഷയ്ക്ക് നല്ലതല്ല. അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അല്ല, അതൊരു ഹീറോ വർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു CIക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലല്ലോ. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല.